السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നന്ദിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും നാവിൽ നിരന്തരമായി ഉണ്ടായിരിക്കേണ്ട ഒരു കീർത്തന വചനമാണ് അൽഹംദുലില്ലാ എന്നത്. അഥവാ സർവസ്തുതികളും അള്ളാഹുവിനാണ് എന്ന് മനസ്സറിഞ്ഞ് നാവുകൊണ്ടുള്ള പ്രഖ്യാപനം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ ആ രീതിയിൽ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും അനവധി കാരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവൻ നൽകി, നമ്മെ സൃഷ്ടിച്ചു. നമുക്ക് വേണ്ടുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ യഥേഷ്ടം നമുക്ക് നൽകി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ കാരുണ്യവാനായ പടച്ച റബ്ബിനെ, പരിപൂർണതകളുടെ എല്ലാ സദ്ഗുണങ്ങളും സമ്മേളിക്കുന്ന അള്ളാഹുവിനെ, നീതിയുടെയും നന്മയുടെയും പ്രവർത്തനങ്ങൾ മാത്രമുള്ള അള്ളാഹുവിൻ്റെ കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്ന ഏതൊരു വിശ്വാസിയും നല്ലത് പറഞ്ഞ് അവനെ പ്രശംസിക്കും, അവൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തും, പ്രകീർത്തിക്കും. അതാണ് വാസ്തവത്തിൽ അൽഹംദുലില്ലാ എന്ന ആ വാക്കിലൂടെ സംഭവിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് മനുഷ്യന്മാർക്ക് പൊതുവിൽ അതിന് സാധിക്കാതെ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ന്യൂനതകളും കുറവുകളും, നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതികളും പരിഭവങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്നതും നമ്മുടെ നാവുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ഒരു സത്യവിശ്വാസി അങ്ങനെ ആയിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. നമുക്ക് കിട്ടിയ എത്രയോ അനുഗ്രഹങ്ങൾ, കിട്ടാതെ പോയ ധാരാളം ആളുകളെ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ പരിചയത്തിലും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 2 കണ്ണുകളുണ്ട്, കാഴ്ചയുണ്ട്. കാഴ്ച പരിമിതരെ, കണ്ണ് കാണാൻ കഴിയാത്ത ആളുകളെ നമ്മുടെ ചുറ്റിലും കാണുമ്പോൾ അൽഹംദുലില്ലാ, ഈ അനുഗ്രഹം നൽകിയ അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് മനസ്സ് നിറച്ച് നമുക്ക് പറയാൻ സാധിക്കണം. ഇതേപോലെ ബുദ്ധി മാന്യമുള്ള വൈകല്യങ്ങളുള്ള ആളുകൾ, ശാരീരിക അവയവങ്ങൾക്ക് പലതരത്തിലുള്ള പരിമിതികളും പ്രയാസങ്ങളുമുള്ള വൈകല്യങ്ങളുള്ള ആളുകൾ, അതേപോലെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് വിഷമിക്കുന്ന ആളുകളെ കാണുമ്പോൾ ആ വിഷമതകളൊന്നും ഇല്ലാത്ത നമ്മൾ അത് നൽകിയ അനുഗ്രഹങ്ങൾ നൽകിയ കാരുണ്യവാനായ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക, അൽഹംദുലില്ലാ എന്ന് പറയാൻ സാധിക്കുമ്പോൾ അത് വലിയ ഒരു നന്മയാണ്, വലിയ ഒരു നന്ദിയുടെ വാചകം കൂടിയാണ്. പടച്ച റബ്ബ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ആ നന്ദി വചനം അൽഹംദുലില്ലാ എന്നത്. അമ്മാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് പ്രകീർത്തിക്കുന്നത്, സ്തുതികീർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രകീർത്തിക്കുന്നതിലൂടെ അള്ളാഹുവിനൊന്നും കിട്ടാനില്ല. അള്ളാഹു പരിപൂർണനാണ്, പരാശ്രയമുക്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകീർത്തിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ചൊന്നും കൂടുവാനോ ഇല്ലെങ്കിൽ നഷ്ടപ്പെടുവാനോ ഇല്ല. അതിൻ്റെ നന്മകൾ, ഗുണങ്ങൾ നമുക്ക് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന ആ സ്തുതികീർത്തനത്തിൻ്റെ വചനം നാളെ പരലോകത്ത് നന്മതിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന മീസാനിനെ നിറക്കുന്ന, നന്മയുടെ കനം തൂക്കുന്ന സൽക്രമമാണ് എന്നാണ്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിലുള്ള ആ വിശാലമായ പ്രദേശം, ലോകം മുഴുക്കെ നിറക്കാൻ പര്യാപ്തമാണ് അൽഹംദുലില്ലാ എന്ന ആ സ്തുതികീർത്തനത്തിൻ്റെ വചനം എന്നും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ട് സംസാരിക്കുന്ന രംഗം ഹദീസുകളിൽ കാണാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഖലീലുമാർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഗമിക്കുമ്പോൾ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ഉമ്മത്തിന് സലാം പറയാൻ വേണ്ടി പറഞ്ഞയച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ പറഞ്ഞൊരു കാര്യം, വഅഖ്ബിറുഹും അന്നൽ ജന്നത ത്വയ്യിബത്തുത് തുർബ. നീ നിൻ്റെ ജനതയോട്, ഉമ്മത്തിനോട് പറയണം, സ്വർഗത്തിലെ മണ്ണ് വിശിഷ്ടമാണ്, അദബത്തുൽ മാ, അതേപോലെ അവിടുത്തെ വെള്ളം ശുദ്ധമാണ്, സ്വച്ഛമാണ്. വഅന്നഹാ ഖിയാനുൻ, എന്നാൽ ആ സ്വർഗലോകം ഇപ്പോൾ മരങ്ങളില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത വിജനമായ വിശാലമായ സ്ഥലമാണ്.
വഅന്ന ഖിറാസഹാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അവിടെ നിങ്ങൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള ദിക്റുകൾ അധികരിപ്പിക്കുക. അതിനനുസരിച്ച് അവിടെ നിങ്ങൾക്ക് വേണ്ടി മരങ്ങൾ നടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് ആ നന്മകൾ അറിഞ്ഞ് മനസ്സ് നിറച്ച് റബ്ബിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.